വി.ഡി. സതീശനെ മുഖ്യമന്ത്രിയാക്കി എന്നുള്ള പേരിൽ രമേശ് ചെന്നിത്തല തന്റെ എം.എൽ.എ സ്ഥാനം രാജിവെക്കാനായിട്ട് പോകുന്നു. ഇത്തരത്തിലൊരു വാർത്ത ഇന്ന് രാവിലെ മുതൽ ഒരുപാട് സമൂഹ മാധ്യമങ്ങളിൽ കിടന്ന് സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. ഇതിന് ഏറ്റവും വലിയൊരു കാരണക്കാരൻ നമ്മുടെ റിപ്പോർട്ടർ ടി വി ആണ് കേട്ടോ. റിപ്പോർട്ടർ ടി വിയിലെ ആ ഒരു വ്യക്തി, ആ ഒരു ആങ്കറാണ് ഈ ഒരു വാർത്ത ആദ്യമായിട്ട് അറിയിക്കുന്നത്. രമേശ് ചെന്നിത്തല രാജിവെക്കാനായിട്ട് പോകുന്നു. രാഹുൽ ഗാന്ധിയെ ഓൾറെഡി ഈ ഒരു രാജിയുടെ കാര്യം അറിയിച്ചിട്ടുണ്ട്, ഉടനെ തന്നെ രാജിവെക്കും എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞുകൊണ്ട് ഒത്തിരി വീഡിയോസ് ഈ പറയുന്ന റിപ്പോർട്ടർ ടി വിയിലൂടെ ഇന്ന് സോഷ്യൽ മീഡിയയിൽ സ്പ്രെഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. മറ്റൊരു ചാനലും, അതായത് മനോരമ, ഏഷ്യാനെറ്റ് ന്യൂസ്, അത്തരത്തിലുള്ള ഒരു ന്യൂസ് ചാനൽസും ഈ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്തതായിട്ട് ഞാൻ കണ്ടില്ല. അപ്പോൾ ഈ പറയുന്ന വീഡിയോസിന്റെ താഴെ കമന്റ് ബോക്സിൽ ചെക്ക് ചെയ്ത സമയത്ത് അത് ഈ പറയുന്ന ജനങ്ങളൊക്കെ ഏകദേശം മനസ്സിലാക്കിയിട്ടുണ്ട്. ഇത് രമേശ് ചെന്നിത്തല അറിഞ്ഞോ, ഇതിലും വലിയ നുണ ഈ പറയുന്ന സോഷ്യൽ മീഡിയ ചാനൽ പോലും പറയില്ല എന്നുള്ള രീതിയിലൊക്കെ അത്തരത്തിൽ ഉള്ള കമന്റ്സ് ഒക്കെയാണ് ആ ഒരു വീഡിയോന്റെ താഴെ കമന്റ് ബോക്സിൽ കാണുന്നത്. അപ്പോൾ എന്തൊക്കെയാണെങ്കിലും ഇതൊരു അടിസ്ഥാനരഹിതമായ ഒരു കാര്യം തന്നെയാണ്. കാരണം ഇത്തരത്തിലൊരു പ്രഖ്യാപനം എവിടെയും രമേശ് ചെന്നിത്തല പ്രഖ്യാപിച്ചിട്ട് പോലുമില്ല. അത്തരത്തിൽ ഈ പറയുന്ന ഒരു ന്യൂസ് ചാനൽസും, വേറെ മനോരമ, ഏഷ്യാനെറ്റ് എന്നീ അടങ്ങുന്ന വലിയ മാധ്യമ ചാനലുകളൊന്നും ഇത്തരത്തിലുള്ള വാർത്തകളും കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. പിന്നെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് റിപ്പോർട്ടർ ടി വി രമേശ് ചെന്നിത്തല വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയായി എന്നുള്ള പേരിൽ അമർഷം കാരണം രാജിക്കത്ത് ഹൈക്കമാൻഡിൽ കൊടുക്കാനായിട്ട് പോകുന്നു, രാജിവെച്ച് ഒഴിയാനായിട്ട് പോകുന്നു, എം.എൽ.എ സ്ഥാനം പോലും വേണ്ട എന്ന് പറഞ്ഞു. ഇപ്പൊ കൂടി ഒരു വാർത്ത പുതിയതായിട്ട് വന്നത് ആഭ്യന്തര മന്ത്രിസ്ഥാനം വേണമെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞുകൊണ്ട് വാർത്ത വരുന്നുണ്ട്. അതൊക്കെ ഉള്ളത് തന്നെയാണ്. ഇപ്പോൾ രമേശ് ചെന്നിത്തലയെ വി.ഡി. സതീശൻ വീട്ടിൽ പോയി കണ്ടിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന് എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ അത് അതുപോലെ ചെയ്യാനായിട്ട് വി.ഡി. സതീശൻ തയ്യാറാണ്. അതുപോലെ തന്നെ രമേശ് ചെന്നിത്തല മന്ത്രിസഭയിൽ നിന്ന് മാറി നിൽക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടും ഇപ്പൊ ഒത്തിരി വീഡിയോസ് വരുന്നുണ്ട്. പിന്നീട് ഈ പറയുന്ന രാജിക്കത്ത് കൊടുക്കാൻ പോകുന്നു, രാജിവെച്ച് എം.എൽ.എ സ്ഥാനം പോലും വേണ്ട എന്ന് പറഞ്ഞു പോകാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വീഡിയോസ് ഇറക്കിക്കൊണ്ട് ഇത്തരത്തിൽ ജനങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യരുത്. അത്തരത്തിലുള്ള ഒരു മാധ്യമ പ്രവർത്തനം ശരിയായിട്ടുള്ള ഒരു ഏർപ്പാടല്ല. ഇനിയിപ്പോൾ ഇത് സത്യം തന്നെ ആണെങ്കിൽ അത് എന്തൊക്കെയാണെങ്കിലും ഈ ഒരു സമയത്ത് വീട്ടിൽ ചെന്ന് വി.ഡി. സതീശൻ കണ്ട് മനസ്സിലാക്കി രമേശ് ചെന്നിത്തലയോട് പറഞ്ഞ് സമാധാനിപ്പിച്ചിട്ടുണ്ട്. അത്തരത്തിൽ ഒരു രാജിക്കത്ത് കൊടുക്കുന്ന രീതിയിലും എം.എൽ.എ സ്ഥാനം വേണ്ട എന്ന് വെക്കുന്ന രീതിയിലും രമേശ് ചെന്നിത്തല ഇതുവരെയും വിചാരിച്ചിട്ടില്ല. അത്തരത്തിൽ ഒരു പ്രവൃത്തിയും അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവില്ല. വി.ഡി. സതീശൻ ഈ പറയുന്ന രമേശ് ചെന്നിത്തലയുടെ ഹരിപ്പാടുള്ള വസതിയിൽ പോയി അദ്ദേഹത്തെ കണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. ഏകദേശം ഒരു അത്യാവശ്യം കൊള്ളാവുന്ന രീതിയിൽ മുഖ്യമന്ത്രിക്ക് തൊട്ട് താഴെ വരുന്ന ഒരു മന്ത്രിസ്ഥാനം തീർച്ചയായിട്ടും ഈ ഒരു വി.ഡി. സതീശൻ മന്ത്രിസഭയിൽ രമേശ് ചെന്നിത്തലക്ക് കൊടുക്കുന്നതായിരിക്കും. അതിപ്പോൾ ആഭ്യന്തരമായിരിക്കുമോ ധനമായിരിക്കുമോ നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. അത് ഏകദേശം ഇന്നോ നാളെയൊക്കെ ആയിട്ട് നമുക്ക് അറിയാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള വാർത്തകളൊക്കെ വ്യാജമാണ് എന്ന് തന്നെയാണ് ഇപ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അത്തരത്തിലൊരു പ്രവൃത്തിയും രമേശ് ചെന്നിത്തലയുടെ ഭാഗത്തുനിന്നോ അദ്ദേഹത്തിന്റെ ഓഫീസിൽ നിന്നോ എവിടെയും അറിയിച്ചിട്ടില്ല. അപ്പൊ അത്തരത്തിൽ വാർത്തകളൊക്കെ വരുന്നത് വ്യാജം എന്ന് തന്നെ ഈ ഒരു സമയത്ത് പറയാനായിട്ട് സാധിക്കുള്ളൂ. രമേശ് ചെന്നിത്തല ഒഫീഷ്യലി ഈ ഒരു കാര്യം പറയാതെ, അല്ലെങ്കിൽ രമേശ് ചെന്നിത്തലയുടെ എം.എൽ.എ ഓഫീസിൽ നിന്ന് ഈ ഒരു കാര്യം പുറത്തേക്ക് വരാതെ ഒരിക്കലും നമുക്ക് ഇതിന്റെ സത്യാവസ്ഥ പറയാനായിട്ട് സാധിക്കില്ല. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ജനങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. താങ്ക്